ആസാബിൻ്റെ വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് നമ്മൾ പാടിയത്. അതിൽ ആസാബ് കുറേയേറെ കാര്യങ്ങൾ ദുഃഖത്തോടെ പറഞ്ഞാൽ, ഒന്ന്, ഞങ്ങളുടെ അയൽക്കാർക്ക് അപമാനവും ചുറ്റുമുള്ളവർക്ക് നിന്ദയും പരിഹാസവും ആയിരിക്കും. തന്നെ ഏറ്റവും വേദനിപ്പിച്ചൊരു വിഷയം, ദൈവത്തെ ആരാധിക്കാനും സേവിപ്പാനും ഇറങ്ങിത്തിരിച്ചിട്ട് അയൽക്കാരുടെ മുമ്പിൽ നിന്ദയും പരിഹാസവും അപമാനവുമായി മാറിയിരിക്കുകയാണ്. 2, നിന്നെ അറിയാത്ത ജാതികളുടെ മേൽ, നിന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത രാജ്യങ്ങളുടെ മേലും നിന്റെ ക്രോധത്തെ പകരണമേ എന്ന് ഭക്തൻ ദൈവത്തോട് അപേക്ഷിക്കുക. അടുത്ത വലിയ കരച്ചിലിൻ്റെ വിഷയം പറയുകയാണ്. അവർ യാക്കോബിനെ വിഴുങ്ങിക്കളയുകയും അവൻ്റെ പുൽപ്പുറത്തെ ശൂന്യമാക്കുകയും ചെയ്തുവല്ലോ. യാക്കോബിനെ വിഴുങ്ങിക്കളയുകയും അവൻ്റെ പുൽപ്പുറത്തെ ശൂന്യമാക്കുകയും ചെയ്തുവല്ലോ. അടുത്തത്, ഞങ്ങളുടെ പൂർവന്മാരുടെ അകൃത്യങ്ങളെ ഞങ്ങൾക്ക് കണക്കിടരുത്. നിന്റെ കരുണ വേഗത്തിൽ ഞങ്ങളെ എതിരേൽക്കുമാറാകട്ടെ. ഞങ്ങൾ ഏറ്റവും എളിമപ്പെട്ടിരിക്കും. അത് കഴിഞ്ഞുള്ള വാക്യമാണ് നമ്മൾ ചിന്തയ്ക്ക് വേണ്ടി വായിച്ചത്. എൻ്റെ രക്ഷയായ ദൈവമേ, നിന്റെ നാമമഹത്വത്തിനായി. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയോടും ദൈവകൃപയോടും നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുക. ദൈവത്തിൻ്റെ ദാസന്മാർക്ക് എവിടെല്ലാം പ്രശ്നമുണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ദൈവം ഇറങ്ങി അവരെ സഹായിച്ചിട്ടുണ്ട്. അബ്രഹാമിൻ്റെ ഭാര്യ സാറയെ മിസ്രൈമ്യ രാജാവായ ഫറവോൻ പിടിച്ചുകൊണ്ട് പോയൊരു സാഹചര്യമുണ്ടായി. നിസ്സഹായനായ അബ്രഹാമിന് തനിക്കായി ഒന്നും ചെയ്യാൻ കഴിയാതെ വന്ന ദിവസം ദൈവം ഇറങ്ങി വെളിപ്പെട്ടു. ദൈവം പറഞ്ഞു, ഫറവോനെ, എൻ്റെ ദാസനായ അബ്രഹാമിൻ്റെ ഭാര്യ സാറയോട് നീ ഗുണമോ ദോഷമോ ചെയ്യല്ല. ഇപ്പോൾ തന്നെ അവളെ മടക്കി അബ്രഹാമിൻ്റെ അടുക്കൽ അയക്കണം. പ്രൈസ് ദി ലോർഡ്. പെലിസ്ത്യ രാജാവായ അബീമേലെക്ക് ഇസഹാക്കിൻ്റെ ഭാര്യയോട് ഇത് തന്നെ ചെയ്തു. അവിടെയും ദൈവം പെലിസ്ത്യ രാജാവായ അബീമേലെക്കിനോട് ഇടപെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. യാക്കോബ് യാത്ര ചെയ്തു വരുമ്പോൾ ലാബാൻ പുറകെ വന്നു. യാക്കോബ് പറഞ്ഞില്ല, പക്ഷെ ദൈവം വഴിമധ്യത്തിൽ ലാബാനോട് ഇടപെട്ടു. ലാബാനെ, എൻ്റെ ദാസനായ യാക്കോബിനെതിരെ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒരു വാക്കു നീ മിണ്ടിയേക്കരുതൊന്നും പ്രവർത്തിച്ചേക്കരുത്. യാക്കോബ് യാബോക്ക് വന്നപ്പോൾ 400 പേരുമായി ഏശാവ് യാക്കോബിനെയും കൂടെയുള്ളവരെയും തകർക്കാനായി വന്നു. ദൈവം പറഞ്ഞ, ഏശാവേ, നീ പണ്ട് കണ്ട യാക്കോബല്ല, ഇന്നലെ രാത്രിയിൽ ഞാൻ തൊട്ട യാക്കോബാണ്. യാബോക്കിൻ്റെ കടവിൽ ഒറ്റയ്ക്ക് നിലവിളിക്കുമ്പോൾ എൻ്റെ കരസ്പർശനമേറ്റ യാക്കോബിനെതിരെ ഗുണമാകട്ടെ ദോഷമാകട്ടെ നീ ഒന്നും ചെയ്യാൻ പാടില്ല. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നീ അറിയാതെ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന അബ്രഹാമിൻ്റെ ദൈവം, ഫറവോന്യ രാജാവിനോട് ഇടപെട്ട ദൈവം, ഇസഹാക്കിന് വേണ്ടി പെലിസ്ത്യ രാജാവിനോട് ഇടപെട്ട ദൈവം, യാക്കോബിന് വേണ്ടി ലാബാനോട് ഇടപെട്ട ദൈവം, യാക്കോബിന് വേണ്ടി ഏശാവിനോട് ഇടപെട്ട ദൈവം, ഇന്ന് പകൽ നീ ഇവിടെ ആരാധിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഇടപെടുമെന്ന് വിശ്വസിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ, ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച പരിധിക്കൊക്കെ ഒരു പരിമിതിയുണ്ട്. ഇത്ര ഡിസ്റ്റൻസിനപ്പുറത്തോട്ട് നമുക്കൊന്നും കാണാൻ കഴിയത്തില്ല. പക്ഷേ നമ്മളറിയാതെ നമ്മളെ അനുഗമിക്കുന്ന, നമ്മളെ തകർത്ത് കളയുവാൻ, നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ,
നമ്മളെ ദേശത്തും തുടച്ചു മാറ്റുവാൻ ആസാവ് പറഞ്ഞ പോലെ യാക്കോബിനെ വിഴുങ്ങിക്കളയുന്ന, പ്രൈസ് ദി ലോർഡ്, പല കുടുംബങ്ങളെയും ശത്രു വിഴുങ്ങുകയാണ്. അവരുടെ നന്മ, അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവി, കുഞ്ഞുങ്ങളുടെ ജയം, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, കുഞ്ഞുങ്ങളുടെ വിവാഹം എന്ന് വേണ്ട നിരവധി ആ അനുഭവങ്ങളെ നീ അറിയാതെ ശത്രു വിഴുങ്ങുകയാണ്. ഇന്ന് പകൽക്കാലം ഭക്തന്റെ പ്രാർത്ഥന പലതും വിഴുങ്ങിക്കളയുമ്പോൾ, പുൽപ്പുറത്തെ ശൂന്യമാക്കുന്നത് പോലെ പലതിനെയും ശൂന്യമാക്കുമ്പോൾ, ഞങ്ങളുടെ രക്ഷയായ ദൈവം എത്ര പേര് വിളിക്കാൻ തയ്യാറുണ്ട്? ഇന്ന് രാവിലെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ നിനക്ക് വിളിക്കാനൊരു ദൈവമുണ്ട്. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, ഹല്ലേലൂയ. എന്നെ വളരെ വേദനയോടെ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വിളിച്ച്, അദ്ദേഹം അബുദാബിയിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് പരിശോധനയ്ക്കായി പോയി. അബുദാബി വെച്ച് പറഞ്ഞു ക്രിയാറ്റിൻ 7 അടിയന്തര ചികിത്സ ചെയ്യണം. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെന്ന് പരിശോധിച്ചപ്പോൾ പറഞ്ഞു 14 ക്രിയാറ്റിൻ. അവിടെ ഇന്നലെ പരിശോധിച്ചപ്പോൾ അബുദാബിയിൽ 7, ഇവിടെ ഇന്ന് പരിശോധിച്ചപ്പോൾ ഇവിടെ 14. അടിയന്തരമായിട്ട് തന്നെ ഓപ്പറേഷൻ ചെയ്യണം, അടിയന്തരമായിട്ട് ഡയാലിസിസ് ആരംഭിക്കണം. അവൻ പറഞ്ഞു ഞാൻ അതിനൊന്നും ഒരുക്കപ്പെട്ടല്ല വന്നിരിക്കുന്നത്. പക്ഷെ ഇവർ വിടാൻ തയ്യാറല്ല. പെട്ടെന്ന് അവനെ ഐസിയുവിനകത്ത് കയറ്റുന്നു, അവനെ MRI ചെയ്യുന്നു, സ്കാൻ ചെയ്യുന്നു, വസ്ത്രമെല്ലാം അടിച്ചു മാറ്റുന്നു, അവന് ECG എടുക്കുന്നു, എക്കോ എടുക്കുന്നു, പോസ്റ്റേറ്റ് പരിശോധിക്കുന്നു, ബ്ലഡ് പരിശോധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ കഴുത്തിൻ്റെ ഇവിടെ വെച്ച് മുറിക്കുന്നു, അവിടെ പ്രത്യേക സ്റ്റെൻറ്റ് പിടിപ്പിക്കുന്നു, തുടയുടെ നമ്മുടെ നാവിയുടെ ഭാഗത്ത് ഓപ്പറേഷൻ ചെയ്യുന്നു, അവിടെ സ്റ്റെൻറ്റ് പിടിപ്പിക്കുന്നു, കയ്യെ പിടിപ്പിക്കുന്നു. ഒന്നുമില്ലാതെ അങ്ങോട്ട് കയറിയവൻ ഇറങ്ങി വന്നപ്പോൾ കഴുത്തെ വെട്ട്, തുടയ്ക്ക് വെട്ട്, കൈക്ക് വെട്ട്, എല്ലാം മുറിവേൽപ്പിച്ചു. അവൻ്റെ 1,33,000 രൂപ 3 ദിവസം കൊണ്ട് മാറി. ഡിസ്ചാർജ് ചെയ്ത് വന്നവൻ ഗവൺമെൻറ് ആശുപത്രിയിൽ ഏതോ ഒരു പാവപ്പെട്ടവും കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവന് പ്രശ്നമൊന്നുമില്ല. അപ്പം ഞാൻ അറിയാതെ അങ്ങ് പറഞ്ഞു പോയി, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലോട്ട് പോയി. കള്ളന്മാരുടെ കയ്യിൽ അവർ അവനെ വസ്ത്രമഴിച്ചു മാറ്റി, സ്കാൻ ചെയ്യാനായിരിക്കും, വസ്ത്രമഴിച്ചു മാറ്റി, മുറിവേൽപ്പിച്ചു, കയ്യിലുണ്ടായിരുന്നില്ല, അപകരിച്ചുകൊണ്ട് പോയി. പുരോഹിതൻ വന്നു, പുള്ളിക്കൂടെ പണച്ചെലവുള്ള ഹോസ്പിറ്റലാണ് ചെന്നത്. പുരോഹിതൻ മാറിപ്പോയി. ലേവ്യം വന്നു, അവനോട് ഷെയറുള്ള ഹോസ്പിറ്റലുകാരാണ് നോക്കിയത്, അവൻ മാറിപ്പോയി. ശമരിയക്കാരന് ഷെയർ ഇല്ലാഞ്ഞുകൊണ്ട് അവൻ പൊക്കിയെടുത്ത് ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി. ഹലോ, ഞാൻ പറഞ്ഞ തമാശ പോലെ കരുതല്ലേ. പലതും നിന്നെ കള്ളന്മാരുടെ വേഷം മാറി. പണ്ടത്തെ കള്ളന്മാർ കടാരിയും വെച്ച് കൊമ്പം മീശയും വെച്ച് കറുത്തുടുപ്പൊക്കെ ഇട്ട് കണ്ണൂരിട്ട് മുഖം മൂടിയും വെച്ച് വരും. ഇപ്പം അങ്ങനൊന്നുമല്ല. ഇപ്പം എല്ലാം സൂപ്പർ സ്പെഷ്യാലിറ്റിയിലാണ്. നിന്നെ വഴിയിൽ വെച്ച്, യെരുശലേമിന് ഇറങ്ങി വരുന്ന വഴിയിൽ വെച്ച് വസ്ത്രമടിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനാക്കി എല്ലാം അപകരിക്കുന്ന കള്ളന്മാരെ നീ തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തോട് പറയണം, യഹോവേ നിന്റെ നാമനിമിത്തം ഞങ്ങളെ രക്ഷിക്കണം. ഏറ്റെടുക്കുന്നവർ ഇന്ന് പകൽ ദൈവത്തെ ആരാധിക്കട്ടെ. പലതും അപകരിക്കപ്പെടുകയാ, പലതും മോഷ്ടിക്കപ്പെടുകയാ. വിശ്വസിക്കുന്നവർ മൗനമായിരിക്കരുത്. നീ അനുഭവിക്കേണ്ട പല നന്മയും പ്രൈസ് ദി ലോർഡ്. നമ്മളുമായിട്ടുള്ള ബന്ധമൊക്കെ ഒരു നിമിഷം കൊണ്ടങ്ങ് വിച്ഛേദിക്കുക. അകത്തോട്ട് കയറ്റുന്ന ഐസിയുവിനകത്താണ്. പിന്നെ വൈകിട്ട് 5 മണി തൊട്ട് 5:30 വരെ ഒരാൾക്ക് കയറി കാണാം. ചെരുപ്പ് ഊരിയിട്ടോണം, കയറിക്കോണം, മുഖത്ത് മാസ്ക് കെട്ടിക്കോണം. പിന്നെ കാണാനൊക്കെ ഒരു കുഴപ്പമില്ലാതെ വന്ന മനുഷ്യനാ. അല്ല, തിരിച്ചു വരുമ്പോഴത്തേന് അകത്ത് 3 സ്റ്റെൻഡ്, പുറത്ത് മറ്റൊരു സ്റ്റെൻഡ് എല്ലാം ഇട്ട് അവനെ കുളമാക്കി ഒരു പരുവത്തിലാക്കുക. ഇവിടെ നീ നിലവിളിക്കേണ്ട ഒരു കാര്യമുണ്ട്. യാക്കോബിനെ വിഴുങ്ങിക്കളയുന്നു. എൻ്റെ കൂടെ നിന്ന് വരണേ. നമ്മൾ വിചാരിക്കുന്ന പഴയ മോഡലിലല്ല, മോഡല് മാറി, ശത്രു തന്ത്രം മാറി. നിന്റെ കുടുംബത്തെ ഏത് നിലയിലും തകർക്കാൻ അവൻ വിഴുങ്ങുന്ന ഒരു വ്യാപാരമായി വരുമ്പോൾ നീ ഇന്ന് പകൽക്കാലം ദൈവത്തോട് നിലവിളിക്കണം. ശൂന്യമാക്കുന്ന മ്ലേച്ഛതകൾ വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ ബുദ്ധിയുള്ളവൻ ഗ്രഹിച്ചിട്ട് പലതിനെയും വിഴുങ്ങുകയാണ്. ദുഃഖത്തോടെ ഇന്നലെ ഒരു സഹോദരി എന്നെ വിളിച്ചു. കരച്ചിലാണ്, എന്തോ കേൾക്കാനൊക്കെ. ഞാൻ തൃശ്ശൂരോട്ട് കൺവെൻഷനിൽ പോയിക്കൊണ്ടിരിക്കുക. കേൾക്കാനൊക്കാത്ത പോലെ ഏങ്ങലടിച്ച് കരയുകയാണ്. ജീവിതത്തിൻ്റെ മുമ്പിൽ ശത്രു വരുത്തിയ ദോഷങ്ങൾ, തലമുറയുടെ ഭാവിക്കെതിരെ, തലമുറയുടെ നന്മയ്ക്കെതിരെ, തലമുറയുടെ വിദ്യാഭ്യാസത്തിനെതിരെയൊക്കെ
ദുഷ്ടപിശാച് ചെയ്ത കെടുതികൾ. എത്ര പേര് പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ട്? നീ അറിയാതെ നിന്റെ കുടുംബത്തിനെതിരെ ഉയർന്നു വരുന്ന പൈശാചിക മേഖലകളെ ഇന്ന് പകൽ ആത്മാവിന്റെ കരുത്തോടെ ജയിക്കാൻ നിങ്ങൾ അതിൻ്റെ 73-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചിട്ട് തിരിച്ചു വരണം. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ, അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ചു സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. ശ്രദ്ധിച്ചേ, നമ്മളിവിടെ വിഴുങ്ങിക്കളയുന്നു, ശൂന്യത അനുഭവിക്കുന്നു. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഒന്നുകൂടെ. ഇങ്ങനെയാകുന്നു ദുഷ്ടന്മാർ, അവർ നിത്യം സ്വസ്ഥത അനുഭവിച്ചു സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ഇതിന്റെ 79-ന്റെ 7 അവർ യാക്കോബിനെ വിഴുങ്ങിക്കളയുകയും അവന്റെ പുൽപ്പുറത്തെ ശൂന്യമാക്കുകയും ചെയ്യും. യാക്കോബിനെ വിഴുങ്ങുകയും അവന്റെ പുൽപ്പുറത്തെ ശൂന്യമാക്കുകയും ചെയ്യുന്നവൻ അപ്പുറത്ത് എന്ത് ചെയ്യുന്നു? സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. നീ മുടിയുന്നു, അവൻ വളരുന്നു. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ആണോ? പ്രൈസലോ. ഇത് കണ്ടിട്ട് നീ ഒന്നും മിണ്ടാതെ, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കാതെ, ആരാധിക്കാൻ പറഞ്ഞാൽ ആരാധിക്കാതെ, വചനം ഏറ്റെടുക്കാൻ പറഞ്ഞാൽ ഏറ്റെടുക്കാതെ നീ വന്ന് കുത്തിയിരുന്നിട്ട് പോകരുത്. ഇന്ന് പകൽ ജയമെടുക്കണം, ജയമെടുക്കണം. ഇനിയും ആ പോര് നിന്റെ മേൽ വാഴല്ല. നിന്റെ കുടുംബത്തിലെ നന്മയെ വിഴുങ്ങുന്ന ആ വ്യാപാരത്തെ ഇന്ന് രാവിലെ ആത്മാവിന്റെ അധികാരത്തിൽ ജയിക്കാൻ ഏറ്റെടുക്കുന്ന മുഴുവൻ പേരും ഇന്ന് രാവിലെ കരമടിച്ച് ആത്മാവിലൊന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. ഞാനൊരു യാഥാർത്ഥ്യം ആവർത്തിച്ച് പറയുന്നു. ലോകം കണ്ട മഹാനായ അലക്സാണ്ടർ നമ്മുടെ റാന്നി പോലുള്ള, കേരളമെന്ന് പറയാനൊക്കത്തില്ല, എന്നാലും കേരളം പോലുള്ള കൊച്ചു രാജ്യത്തിൻ്റെ രാജാവിൻ്റെ മോനായി ജനിച്ചവനാണ്. അല്ല, വലിയ സംഭവമൊന്നും അല്ലായിരുന്നു. ഒരു കൊച്ചു രാജ്യത്തിൻ്റെ രാജാവ്. തൻ്റെ അപ്പൻ ഫിലിപ്പ് രാജാവായിരുന്നു, തൻ്റെ മകനായി ജനിച്ചു. പക്ഷെ താന് ആ കൊച്ചു രാജ്യത്ത് നിന്നുകൊണ്ടൊരു തീരുമാനമെടുത്തു, രാജ്യങ്ങളെ എൻ്റെ കയ്യിലാക്കും. അതിനവൻ ആദ്യം ചെയ്തത് നല്ല ആരോഗ്യമുള്ള കഴിവുള്ള ചെറുപ്പക്കാരെ മുഴുവൻ പട്ടാളത്തിലെടുത്തു. ഒന്നാമത് ചെയ്ത പരിപാടി. എടുത്ത പട്ടാളത്തിലെ തൻ്റെ രാജ്യത്തെ ആൾ പോരാ എന്ന് തോന്നിയപ്പോൾ സമീപത്തുള്ള 2-3 രാജ്യങ്ങളിലെ ആളുകളെ കൂടെ പട്ടാളത്തിലെടുത്തു. പക്ഷെ എടുത്തപ്പോൾ അവിടുത്തെ പട്ടാളക്കാർക്ക് ഇവിടുത്തെ പട്ടാളക്കാരോട് പറഞ്ഞ ഭാഷ മനസ്സിലായില്ല. സ്തോത്രം. വലത്തെ കൈകൊണ്ട് വെടിവെക്കാൻ വാളുകൊണ്ട് വെട്ടാൻ പറഞ്ഞപ്പോൾ മറ്റൊരു തിരിഞ്ഞത് ഇടത്തെ കൈകൊണ്ട് പരിചയെടുക്കാനാണ്. അങ്ങനെ തിരിയുന്ന പോലെ ഭാഷ മാറി. അപ്പോൾ അവൻ ചെയ്ത പരിപാടി, എടുത്ത പട്ടാളക്കാർക്കെല്ലാം കൂടെ ഒരു ഭാഷ കൊണ്ടുവന്നു. അങ്ങനെ ആ ഗ്രീക്ക് ഭാഷയുണ്ടായി, ഒറ്റ ഭാഷ. 2 കാര്യം അവന് മനസ്സിലായി. 1, സൈന്യത്തിനും ബലം വേണം. 2, എല്ലാവരുടെയും ഭാഷ ഒന്നായിരിക്കണം. അങ്ങനെ ഗ്രീക്ക് ഭാഷ അവൻ ജനത്തെ പഠിപ്പിച്ചു. അവനെ മാസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ സാമ്രാജ്യം പിടിച്ചടക്കി. കൊച്ചൊരു രാജ്യത്തു നിന്നുള്ള അവൻ്റെ വളർച്ച ഭാഷയുടെ ഐക്യതയായിരുന്നു. ഒരു സ്വത്രം പറഞ്ഞേ. കർത്താവിന് മനസ്സിലായി, സഭ വളരണമെങ്കിൽ ഭാഷയുടെ ഐക്യത വേണം. അതിനാദ്യം അങ്ങ് സഭ അവിടെ ഇവിടെ മുട്ടിന് തുടങ്ങുമല്ലായിരുന്നു. അവിടെ ഒരു IPC, ഇവിടെ ഒരു ചർച്ച് ഓഫ് ഗോഡ്, ഇവിടെ ഒരു ഷാരോൻ, ഇവിടെ ഒരു ന്യൂ ഇന്ത്യ, അങ്ങനെ സഭ തുടങ്ങുമല്ല. ആദ്യം ചെയ്തത്, ആദ്യം 120 പേരെ ചേർത്തിരുത്തി ഭാഷ കൊടുത്തു. പ്രൈസലോ. 120 പേർക്ക് ഭാഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ സഭ വളർന്നു. ഇന്ന് പകൽ ഭാഷ തന്നേക്കുന്നത് പാട്ട് ക്ലൈമാക്സ് എത്തുമ്പോൾ ഒടുവിൽ 2 അന്യഭാഷ പറയാനല്ല. നിന്റെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ മാറിയിട്ട് സഭ വളരണമെങ്കിൽ അകത്ത് ഭാഷ വെളിപ്പെടണം. ഹല്ലേലൂയ. ചേർന്ന് വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിച്ച് ഇന്ന് പകൽ പെന്തക്കോസ്തിന്റെ അനുഭവം എന്ന് പറയുന്നത് അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുക. എത്ര പേര് ഈ പകൽ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിൽ അനുഗ്രഹം വേണോ? നീ കുത്തിയിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട് നിന്റെ വീട്ടിനകത്ത് നീ ആത്മാവിൽ ആരാധിക്കണം. ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഒരുമാതിരി സകല കീടങ്ങളും കരിഞ്ഞോളും. നീ തീയിടുവൊന്നും വേണ്ട, തമ്പുരാൻ കരിച്ചു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിനക്കെതിരെയുള്ള കാരാഗ്രഹത്തിൻ്റെ വാതിൽ അവൻ തുറന്നോളും.
നിന്നെ പൂട്ടിയ ചങ്ങല അവൻ അഴിച്ചോളും. ഇതിനൊന്നും നീ മെനക്കെടണ്ട. നിന്റെ അകത്ത് ആത്മശക്തി വ്യാപരിച്ചാൽ സഭയിൽ ആരുടെ മേൽ ദൈവകൃപ വ്യാപരിക്കുമോ? ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാർ ആദ്യം ചെയ്തത് ഒരുവൻ കൃപയിലേക്ക് വന്നാൽ അവന് കാത്തിരിപ്പ് യോഗം വെച്ച് കൃപയുള്ള അഭിഷക്തന്മാരെ മീറ്റിങ്ങിന് വരുത്തി പാട്ടുപാടി ആത്മാവിൽ ആരാധിച്ച് അവരുടെ മേൽ കൈവച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ആത്മനിറവുള്ളവരാക്കി മാറ്റും. എല്ലാ വിശ്വാസിയും 10, 20, 30 പേരൊക്കെ കാണത്തുള്ളായിരുന്നു. പക്ഷേ ആ 30 പേരും ആത്മാവുള്ളവരായിരുന്നു. അവർ 30 പേരും പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നവരായിരുന്നു. അവരാരാധിക്കുമ്പോൾ ദൂരവ്യാപകമായി പിശാച് കെട്ടിയ കെട്ടെല്ലാം അഴിയുമായിരുന്നു. ഭൂതങ്ങൾ അലറി ഓടുമായിരുന്നു. ബന്ധനങ്ങൾ അഴിയുമായിരുന്നു. ശൂന്യതകൾ മാറുമായിരുന്നു. ഇന്ന് പകൽ ഇതിനകത്ത് ആരെങ്കിലും ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഇറങ്ങുന്നതിന് മുമ്പേ അവൻ്റെ കുടുംബത്തിൻ്റെ കെട്ടഴിയാൻ നീ ആത്മാവിൽ നിറഞ്ഞൊന്ന് ആരാധിച്ചാൽ ഏറ്റെടുക്കുന്നവർ മൗനമായിരിക്കാതെ ആ ആത്മനിറവോടെ കരമൊന്ന് ചേർത്തടിച്ച് അന്യഭാഷയിൽ അല്പനിമിഷങ്ങൾ ഹല്ലേലൂയ. നിന്റെ ദൈവം എവിടെയെന്നവർ നമ്മളോട് അങ്ങനെ കഴിഞ്ഞ ആഴ്ച കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസിൽ ചോദിച്ചു. ഇതിപ്പോൾ അമേരിക്കക്കാരും കേൾക്കുന്നുണ്ട്, അതിനുവേണ്ടി പറയാ. ലോകത്തിലെ ഏറ്റവും വലിയ സിനിമാ താരങ്ങളും ലോകപ്രസിദ്ധരായ ആളുകൾ പാർക്കുന്ന സ്ഥലമാണ് ലോസ് ആഞ്ചൽസും കാലിഫോർണിയയും. അവർ കഴിഞ്ഞ ആഴ്ച ഒരു വലിയ ഫംഗ്ഷൻ നടത്തിയിട്ട് ഫംഗ്ഷനിൽ അവർ പലരും ചോദിച്ചു, ദൈവമൊന്നുമില്ല. ഇവരറിയാതെ വർഷങ്ങൾക്ക് മുമ്പേ ബില്ലി ഗ്രഹാം എന്ന് പറഞ്ഞ ഭക്തനായ മനുഷ്യൻ പറഞ്ഞായിരുന്നു, സോദോമിലും ഗോമോറയിലും ചെയ്തത് ലോസ് ആഞ്ചലസിലും കാലിഫോർണിയയിലും ചെയ്തില്ലെങ്കിൽ ദൈവം അവരോട് ക്ഷമ ചോദിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. സോദോമിനോടും ഗോമോറയോടും. ഇപ്പോൾ സ്നോ പെയ്യുക അമേരിക്കയിൽ. കാറും ലോറിയും ഒന്നും കാണത്തില്ലാത്ത പോലെ സ്നോ പെയ്യുകയാണ്. രാവിലെ മമ്മട്ടി വെച്ച് ഇളക്കിയിട്ട് വേണം കാറിടാൻ. അതുപോലെ സ്നോ പെയ്യുക. സ്നോ പെയ്യുമ്പോൾ കാലിഫോർണിയ കത്തുക. 15,000 വീട് കത്തി, ധാരാളം വാഹനങ്ങൾ കത്തി, മരത്തിൻ്റെയൊക്കെ ഇടയ്ക്കൊന്ന് തീ ഉണ്ടാകും, പ്രത്യേക തരം തീ. ഹലോ, ദൈവത്തെ വിളിക്കുന്നുണ്ട്. ഇപ്പം 2 ദിവസമായിട്ട് ദൈവത്തെ വിളിച്ചു. ഭരണകൂടം മൊത്തം കൂടെ നോക്കിയിട്ടും തീ കെടുന്നില്ല. മഞ്ഞ് പെയ്യുമ്പോൾ തീ കത്തിക്കുന്നൊരു ദൈവം ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ഓർത്തോണം, നിന്നോട് ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്നവൻ്റെ മുമ്പിൽ ഇങ്ങനൊന്നും ആരാധിച്ചാ പോരുന്ന പകൽക്കാലം നിന്റെ നേരെ വിരൽ ചൂണ്ടുന്നവരുടെ മുമ്പിൽ നിന്റെ ദൈവം ആരെന്ന് തെളിയിക്കുന്ന ഹല്ലേലൂയ. നിങ്ങൾ ഇന്നത്തെ പത്രത്തിൽ കാലിഫോർണിയയെ കുറിച്ചും ലോസ് ആഞ്ചൽസിനെ കുറിച്ചും വായിക്കണം. വളരെ വിശദമായി എഴുതിയിരിക്കുകയാണ്. അയൽക്കാരുടെ ചോദ്യം, നിന്റെ ദൈവം എവിടെ? ഭക്തന്റെ പ്രാർത്ഥന, എൻ്റെ ദൈവമേ, ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, നിന്റെ നാമം നിമിത്തം ഞങ്ങളെ രക്ഷിക്കണം. ഇന്ന് രാവിലെ രക്ഷിക്കുന്നൊരു നാമമുണ്ട്. പ്രൈസ് ദി ലോർഡ്. 1000 വിഷയവുമായി ഇന്ന് രാവിലെ ആരാധനയ്ക്ക് വന്നു. 1 സെക്കൻഡ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന ഒരു നാമം ഇന്ന് രാവിലെ ഉണ്ട്. അവന്റെ പേരത്ര യേശുവെന്ന് വിശ്വസിക്കുന്നവർ ഈ പകൽ ആരാധിക്കാതിരിക്കരുത്. നിന്റെ സമസ്ത മേഖലകളിൽ ഈ ഭൂമിയുടെ പാഴെങ്ങനെ മാറിയേ? ഈ ഭൂമിയുടെ ശൂന്യത എങ്ങനെ മാറിയേ? ഈ ഭൂമിയുടെ മേലുള്ള ഇരുട്ടെങ്ങനെ മാറിയത്? ഈ ഭൂമിയുടെ മേലുണ്ടായിരുന്ന വെള്ളം എങ്ങനെ മാറിയത്? എങ്ങനെ പുതിയ നന്മകൾ മുളച്ചു വന്നത്? ഉത്തരം, മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. നിന്റെ പ്രശ്നങ്ങളുടെ മീതെ, നിന്റെ ശൂന്യതകളുടെ മീതെ, നിന്റെ ഭാരങ്ങളുടെ മീതെ ഇന്ന് രാവിലെ ആത്മാവ് പരിവർത്തിച്ചാൽ ഏറ്റെടുക്കുന്നവൻ മൗനമായിരിക്കരുത്. നീ തരണം ചെയ്യുന്ന പ്രശ്നങ്ങളുടെ മീതെ ആത്മാവ് പരിവർത്തിച്ചാൽ ഹല്ലേലൂയ.
ഹല്ലേലൂയ. നിന്റെ കുടുംബം കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടേക്കുകയാണെങ്കിൽ, നിന്റെ തലമുറ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടേക്കുകയാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. ഈ OET പരീക്ഷ എഴുതുന്ന പിള്ളേരും IELTS പരീക്ഷ എഴുതുന്ന പിള്ളേരും ഒക്കെ പലരും ജയിക്കുന്ന ഒന്നാമത്തെ പരീക്ഷ തന്നെ ജയിച്ചതാണ്. പക്ഷെ ജയിച്ചാൽ അവർക്ക് അടുത്ത പ്രാവശ്യത്തെ ഫീസ് മേടിക്കാനൊക്കത്തില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും ജയിച്ചതാണ്, പക്ഷെ എന്നേരം ജയിപ്പിച്ചാൽ മൂന്നാമത്തെ ഫീസ് മേടിക്കാനൊക്കത്തില്ല. അതിന് നിന്നെ കൊണ്ട് 7 പ്രാവശ്യം എഴുതിക്കും. കുത്തിയിരുന്ന് നിൻ്റെ കാശും കളയും, ഉപവാസം എടുപ്പിച്ച് കുടലും കരിഞ്ഞ് നിനക്ക് അൾസറും പിടിപ്പിച്ച് ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കി കഴിഞ്ഞൊക്കെ ആയിരിക്കും നീ ജയിക്കുന്നത്. പക്ഷെ ഒന്നാമത്തെ പ്രാവശ്യം നീ എന്ത് ചെയ്താ? എന്നോടൊന്ന് വരണേ. പക്ഷെ കള്ളന്മാർ നിന്നെ വിഴുങ്ങുക. അപ്പോൾ കൊച്ചു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ നീ പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ കുഞ്ഞിൻ്റെ ജയത്തെ അവൻ തടയരുത്. കാരണം അവൻ്റെ കയ്യിലാണല്ലോ റിസൾട്ട് ഇരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇല്ലാത്ത രോഗമുണ്ടെന്ന് പറഞ്ഞ്, ജയിച്ച ജയമില്ലെന്ന് പറഞ്ഞ്, പ്രാപിക്കേണ്ട നന്മ ഇല്ലാതാക്കി നിന്നെ വിഴുങ്ങിക്കളയുന്ന, നിന്റെ കുടുംബത്തെ വിഴുങ്ങുന്ന ഈ പൈശാചിക പോരിൻ്റെ മേൽ ഇന്ന് രാവിലെ ഒന്ന് ജയമെടുക്കേണ്ടതിന് ആത്മാവ് ശക്തമായി ഇടപെടുകയാ. പല കുടുംബത്തിലും വെളിപ്പെട്ടു വരേണ്ട അനുഭവങ്ങളെ വിഴുങ്ങിക്കളയുന്ന പോരിൻ്റെ മേൽ ഇന്ന് രാവിലെ ആത്മാവിൻ്റെ കരുത്തില് ഒരു ജയമെടുക്കാൻ കൊതിക്കുന്നവരുണ്ടെങ്കിൽ, ഓ റബലമന ശന്തരദര വൈഡരമന, ഹല്ലേലൂയ. ഈ ഞായറാഴ്ചത്തെ ആരാധനയിൽ വിഴുങ്ങിയതൊക്കെ തിരിച്ചു പിടിക്കുമെന്ന് പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്ത് ഇസ്രായേൽ മക്കളുടെ കുടുംബത്തിൽ ജനിക്കുന്ന മുഴുവൻ ആമ്പിള്ളാരെ സൂതികർമ്മിണികൾ നൈൽ നദിയിൽ വലിച്ചെറിയും. വലിച്ചെറിയുന്നത് കാണാം. 5 മിനിറ്റ് കഴിയുമ്പോൾ പിള്ളേരെ കാണത്തില്ല. നൈൽ നദിയുടെ അടിയിൽ പതിയിരുന്ന അസൂരിന്റെ ശക്തികൾ ഓരോ തലമുറയെ വിഴുങ്ങി, ഓരോ തലമുറയെ വിഴുങ്ങി. ഡോക്ടറാകണ്ടിയ, എഞ്ചിനീയർ ആകണ്ടിയ, കളക്ടർ ആകണ്ടിയ, പോലീസ് ഓഫീസർ ആകണ്ടിയ, നല്ല പദവിയിൽ വരണ്ടിയ, നേഴ്സ് ആകണ്ടിയ, പലതിനെയും വിഴുങ്ങി. പ്രൈസ് ദി ലോർഡ്. ദൈവം മോശയോട് പറഞ്ഞു, മോശേ, ഇന്നലെ ഫറവോന്റെ മുമ്പിൽ സർപ്പമായി തീർന്ന വടി കയ്യിലെടുത്തോണം. നീ അധികാലത്ത് ഇറങ്ങണം. ഫറവോൻ നൈലിന്റെ തീരത്ത് വരും. അവന്റെ മുന്നെ വെച്ച് നദിയെ നീ അടിക്കണം. തലമുറകളെ വിഴുങ്ങുന്ന വ്യാപാരത്തെ നിന്റെ കയ്യിലിരിക്കുന്ന അഭിഷേകത്തിന്റെ വടി കൊണ്ട് നീ അടിക്കണം. ഇന്ന് രാവിലെ ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിക്കണം. ആരാധനയ്ക്ക് വന്നിരിക്കുന്നത് കഥ കേട്ട് പാനല്ല, പ്രസംഗം കേട്ട് പാനല്ല, മീതെ പരിവർത്തിക്കുന്ന ആത്മാവിനാൽ തലമുറയുടെ ഭാവിയെ വിഴുങ്ങുന്ന ഓ റബ ശംദരെ രഗമന. നീ കഷ്ടപ്പെട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് മരവും വെട്ടി കപ്പയും നട്ട് കന്നാലിയും വളർത്തി, പോത്തിനെയും വളർത്തി, പശുവിനെയും വളർത്തി, പോച്ചയും പറിച്ചു വളർത്തിയ തലമുറ 4 വർഷം പഠിച്ചു കഴിയുമ്പോൾ രക്ഷിക്കപ്പെടാത്തവരെ അപകരിച്ചുകൊണ്ട് പോകല്ലേ. ഹലോ, നീ കഷ്ടപ്പെട്ട തലമുറയുടെ നന്മ നിന്റെ വീട്ടിൽ വരണം. അത് ഇന്നലെ അവിടെ വെച്ചോ ഇവിടെ വെച്ചോ കണ്ട് ചിരിച്ചോ കണ്ണടച്ചോ കാണിച്ചോ അടിച്ചോണ്ട് പോകരുത്. നീ പ്രാർത്ഥിക്കണം. എങ്ങനെ ജയിക്കും? പക്ഷേ ഈ തലമുറ ജയിക്കാം. മീതെ ആത്മാവ് പരിവർത്തിക്കണം. ബെന്തക്കോസ്ത് സഭയ്ക്കകത്ത് പരിവർത്തിക്കേണ്ടത് ആത്മാവിന്റെ ശക്തിയാ. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആത്മാവ് പരിവർത്തിച്ചാൽ, ആത്മാവ് പരിവർത്തിച്ചാൽ ഇസബേലിയ ശക്തികൾ തകർന്നു വീഴും. ഓ, ആഗാമിയ ശക്തികൾ തകർന്നു വീഴും. പൈശാചിക മണ്ഡലങ്ങൾ തകർന്നു വീഴും. വിശ്വസിക്കുന്നവർ മാത്രം രാവിലെ ആരാധിക്കട്ടെ. നിന്നെ വിഴുങ്ങുന്നവരുടെ മുമ്പിൽ നിന്റെ ദൈവത്തിന്റെ നാമം ഉയരുവാൻ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ കരമടിച്ച് ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കട്ടെ. ഓ രക്തം, ജയം 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 ജയം. ആത്മാവ് ചില സമയത്ത് മാത്രം വന്നും പോകുന്നതുമല്ല കേട്ടോ.
ചിലർക്ക് ചില വീട്ടിൽ ചെന്നാൽ ആത്മാവ് വരും, ചിലർക്ക് ചില പ്രത്യേക യോഗത്തിൽ ആത്മാവ് വരും. പരിശുദ്ധാത്മാവൻ അങ്ങനൊന്നുമില്ല. പരിശുദ്ധാത്മാവ് സഭായോഗത്തിൽ വരും. പരിശുദ്ധാത്മാവ് സഭായോഗത്തിൽ വന്ന ജനം അതറിയും. ഇവിടെ വന്ന ജനത്തിൻ്റെ വിടുതൽ നടക്കുന്നത് PC ചെറിയാൻ്റെ കയ്യിലല്ല, ഗസ്റ്റ് പാസ്റ്ററുടെ കയ്യിലല്ല. ഇന്ന് പകൽ ആത്മാവ് പരിവർത്തിച്ചാൽ നിന്റെ മുഴുവൻ കെട്ടുകളും ഇന്ന് പകൽക്കാലം അഴിഞ്ഞിട്ട് വിശ്വസിക്കുന്നവർ മൗനമായിരിക്കരുത്. നിന്നെ ശൂന്യമാക്കുന്ന, പരാജയപ്പെടുത്തുന്ന, നന്മകളെ ഒഴുക്കിക്കളയുന്ന, അനുഗ്രഹത്തെ വിഴുങ്ങുന്ന വ്യാപാരത്തെ ഈ 90 സങ്കീർത്തനത്തിലെ ഭക്തൻ പാടുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. 9-ാമത്തെ വാക്യം, ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി, ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അതിന്റെ വായിച്ചോ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. ഞങ്ങൾ പറന്നു പോകും. അതിന്റെ 5ഉം 6ഉം വായിച്ചേ. നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വളരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. നോക്കി, 2 കൂട്ടം ജനത്തെ ഇവിടെ കാണിക്കുക. ഒന്ന്, ഒഴുക്കിക്കളയുന്ന ജനം. 2, അരിഞ്ഞ പുൽപ്പുറത്ത് കരിഞ്ഞു പോകുന്ന പുല്ല് പോലെയുള്ള ജനം. ഇപ്പോൾ ഒരു കൂട്ടർ കരിഞ്ഞു പോകുന്നു, ഒരു കൂട്ടർ ഒഴുകിപ്പോകുന്നു. പക്ഷെ ഞങ്ങൾ പറന്നു പോകും. അങ്ങനെ എഴുതിയേക്കുന്നേ. ഞങ്ങളുടെ ആയുഷ്കാലം 70, ഏറെയാൽ 80. അതിനകത്ത് കഷ്ടവും പ്രയാസമൊക്കെ ഉണ്ട്. പക്ഷെ അത് തീരും. ഞങ്ങൾ ഒരു കൂട്ടരെ ഒഴുകിപ്പോവും, ഞങ്ങൾ പറന്നു പോകും. നീ ഏത് ഗ്രൂപ്പിനകത്താ? ഹലോ, ഭക്തൻ പറയണം, ഒരു കൂട്ടർ ഒഴുകിപ്പോന്നു. 450 കുടുംബങ്ങളും 1000-ത്തിലധികം ആളുകളും വയനാട്ടിൽ ഒഴുകിപ്പോയി, ഉറക്കത്തിൽ ഒഴുകിപ്പോയി. ഇപ്പോൾ പുനഃസൃഷ്ടിക്കാൻ വേണ്ടി ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും പെടാപാടുപെടുക. ഒഴുകിയ പിന്നെ പണിയാൻ പാടാ. നീയോ നിന്റെ കുടുംബമോ ദൈവത്തിൻ്റെ കോപത്തിൽ ഒഴുകരുത്, ശത്രു വിഴുങ്ങരുത്. ഇന്ന് പകൽക്കാലം നീ പറക്കണം. നിന്നെ വിളിച്ചിരിക്കുന്നത് വാഴാനും പറക്കാനുമാ. ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലാകുന്നെങ്കിൽ നീ മൗനമായിരിക്കരുത്. നിന്നെ ദൈവം വിളിച്ചേക്കുന്ന ഒഴുകിപ്പാനല്ല, പരിഞ്ഞുപാനല്ല. ഇന്ന് പകൽക്കാലം നീ വാഴേണ്ട ജനമാകയാൽ ഒന്ന് വിശ്വസിച്ചേ, ഒന്ന് ആരാധിച്ചേ. ദൈവത്തിൻ്റെ പല ദൈവം സഭയിൽ, കുടുംബത്തിൽ, തലമുറയിൽ നീ വാഴണം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു 9-ാം മണി നേരത്തൊരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ കയറി. പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് കയറി ഉടനെ ദൈവത്തിൻ്റെ ദൂതൻ അവനെ പേര് വിളിച്ചു. കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥനയും യാചനയും എല്ലാം എൻ്റെ മുമ്പിലെത്തി. നിന്റെ ദാനങ്ങളും ധർമ്മങ്ങളും എൻ്റെ മുമ്പിലെത്തി. നീ വേഗത്തിൽ തോൾക്കൊല്ലനായ കടൽക്കരയിൽ താമസിക്കുന്ന ശീമോന്റെ വീട്ടിൽ ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തണം. കൃത്യമായ വെളിപ്പാടാ. കൊർന്നല്യോസിനെ വിളിച്ചപ്പോൾ ദൂതന് വിക്കൊന്നുമില്ലായിരുന്നു. കൊർന്നല്യോസ് ഒന്നും വിളിച്ചില്ല. ദൈവത്തിൻ്റെ ദൂതനും ദൈവത്തിൻ്റെ ആത്മാവിനും വിക്കില്ല. മോശയ്ക്ക് ചെറിയ വിക്കുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ദൂതനോ ദൈവത്തിൻ്റെ ആത്മാവിനോ എന്തില്ല. എൻ്റെ കൂടെ നിന്ന് വന്നേ. ചിലരൊക്കെ പേര് വിളിക്കുന്ന പല പ്രാവശ്യം കോ എന്നൊക്കെ വിളിച്ചാ കൊർന്നല്യോസ് എന്ന് വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അഡ്രസ്സ് നോക്കി. ഇന്നത്തെ ഗൂഗിൾ മാപ്പൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് കറക്റ്റ് അഡ്രസ്സ്. കടൽക്കരയിൽ തോലുകൊണ്ട് തുരുത്തികൾ ഉണ്ടാക്കുന്ന തോൽക്കൊല്ലൻ, ബെൽറ്റും ഷൂവും ഒക്കെ ഉണ്ടാക്കുന്ന തോൽക്കൊല്ലൻ, അവൻ്റെ പേര് ശീമോൻ. അവൻ്റെ വീട്ടിൽ പത്രോസ് എന്ന് മറുപേരുള്ള ശീമോൻ താമസിക്കുന്നു. നീ അവനെ ആളയച്ചു വരുത്തണം. അപ്പോൾ പത്രോസ് പ്രാർത്ഥിക്കാൻ കയറി. പത്രോസിന്റെ ദർശനം കാണുന്നു. ഹലോ,
ആത്മാവ് ഇടപെട്ടാൽ അവിടെയും ഇവിടെയും ഒരുപോലെ ഇടപെടും. നിങ്ങൾ എൻ്റെ കൂടെ ആണോ? നിനക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ആരെ വരുത്തണമെന്നും ആരെ അയക്കണമെന്നും നിന്റെ കുടുംബത്തിന്റെ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്നും എൻ്റെ ദൈവത്തിന് അറിയാം എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ഓ ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ. ഒരു മനുഷ്യൻ 9-ാം മണി നേരത്ത് ഇവിടെ മുട്ടുകുത്തുന്നു, മറ്റൊരു മനുഷ്യൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ നോക്കിയപ്പോൾ ചോറില്ല, ഞാൻ പ്രാർത്ഥിക്കാൻ വെൺമാടത്തിൽ കയറുന്നു. 2 ദൂതൻ ഇവിടെ ഇറങ്ങുന്നു, 2 ദൂതൻ അവിടെ ഇറങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. കോട്ടയത്ത് 2 ദൂതൻ ഇറങ്ങിയാൽ ചെല്ലക്കാട്ടിൽ 2 ദൂതൻ ഇറങ്ങും. നിനക്ക് വേണ്ടി ഇന്ന് പകൽ എവിടെയാ ഇറങ്ങണ്ടേ? ഫിലിപ്പീൻസിൽ ഇറങ്ങണോ? ന്യൂസിലൻഡിൽ ഇറങ്ങണോ? അയർലൻഡിൽ ഇറങ്ങണോ? ഇവിടെ ആരാധിക്കുമ്പോൾ ദൂതൻ അവിടെ ഇറങ്ങും. കുവൈറ്റിൽ ഇറങ്ങണോ? അമേരിക്കയിൽ ഇറങ്ങണോ? നിനക്ക് വേണ്ടി ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവരെ ആരാധിക്കാവൂ. അടയപ്പെട്ട ചില വഴികൾ നിന്റെ മുമ്പിൽ തുറക്കേണ്ടതിന് ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയട്ടെ, ദൂതനെ ഇറക്കാൻ കഴിവുള്ള എൻ്റെ ഒരു ചെറിയ ചിന്തയാണ്. 96-നും 100-നും മധ്യ പ്രായമുള്ള വന്യവയോധികനായ രക്തസാക്ഷിയാകാത്ത ഏക അപ്പോസ്തലനെ പിടിച്ചുകൊണ്ടുപോയി പത്മോസിലിട്ടു. പത്മോസിൽ കിടക്കുമ്പോൾ ഞായറാഴ്ച ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അദ്ദേഹം പേടിച്ച് ബോധം കെട്ടുപോയെന്നല്ല, ആത്മാവിൽ വിവശനായി. ഉടനെ ദൂതൻ അവിടെ ഇറങ്ങി. ഒരല്ലേ പറഞ്ഞേ, നീ എവിടെ ദൈവകൃപയിലാകുമോ അവിടെ ദൂതൻ ഇറങ്ങും. ഇന്ന് രാവിലെ ഇവിടെ വന്ന ഒരു മെസ്സേജും കേട്ട് മാർക്കിട്ട് പോകരുത്. നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നീ ഇന്ന് രാവിലെ അനുഭവിക്കണം. സ്വർഗം ഇറങ്ങുകയാ. നോക്കിക്കേ, ഇത്രയും ദിവസം എഫെസോസിൽ 25 വർഷം പാസ്റ്ററായിട്ടിരുന്ന യോഹന്നാൻ പ്രസംഗിച്ചത് ക്രൂശിക്കപ്പെട്ട യേശുവിനെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. കാരണം പൗലോസിൻ്റെ എല്ലാം പ്രസംഗം എന്തായിരുന്നു? ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ. അപ്പം യോഹന്നാൻ്റെ പ്രസംഗം അത് തന്നെയായിരുന്നു. കാരണം ക്രൂശിൻ്റെ ചുവട്ട് നിന്ന ഏക ശിഷ്യനാണ്. പക്ഷേ പ്രസംഗം മൊത്തം ടോട്ടലി ചേഞ്ച് ആക്കുന്ന പുതിയൊരു കാഴ്ച. ഇപ്പം വരെ തന്നെ മനസ്സിരിക്കുന്ന ക്രൂശുമായിട്ട് പോകുന്നു, മുൾക്കിലിടമടിക്കുന്നു, ചാട്ടവാറുമായിട്ട് പോകുന്നു, അടിക്കുന്നു, ആണിയടിക്കുന്നു, തൂക്കിയിട്ടേക്കുന്നു, ആ തോളിലേക്ക് തലചായ്ച്ച് യോഹന്നാൻ ഇതാ നിൻ്റെ അമ്മ, സ്ത്രീയെ ഇതാ നിൻ്റെ മോനെന്നൊക്കെ പറഞ്ഞ് ആ മുഖം ആ മനസ്സ് അത് വെച്ചോണ്ടാണ് പ്രസംഗിക്കുന്നത്. പക്ഷെ പത്മോസിൽ ചെന്നപ്പോൾ വെളിപ്പാടിൻ്റെ തലൻ ടോട്ടലി അങ്ങ് മാറിയിട്ട് മുടി ഹിമത്തേക്കാൾ, മുഖം സൂര്യനേക്കാൾ, കണ്ണ് അഗ്നിജാലയേക്കാൾ, കാല് ഉലയിൽ ഊതിപ്പഴിപ്പിച്ച വെള്ളോടിനേക്കാൾ ഒക്കെ ശ്രേഷ്ഠനായ ഒരു യേശുവിനെ താൻ കാണുകയാണ്. ഹലോ എന്ന് പറഞ്ഞ എന്താ അർത്ഥമെന്നറിയാമോ? കഷ്ടതയുടെ മരണത്തിന്റെ താഴ്വരയിൽ വലിച്ചെറിയപ്പെട്ടവന് മഹത്വപൂർണനായ ക്രിസ്തു വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാവിലെ നിന്റെ വിഷയത്തിന് നടുവിൽ മഹത്വപൂർണനായ ഒരു ക്രിസ്തു ഏറ്റെടുക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. നിന്റെ ആത്മാവിൽ നീ ഏറ്റെടുക്കണം മഹത്വപൂർണനായ ക്രിസ്തുവിനെ. ബെന്തക്കോസ് നാളിൽ 10 ദിവസം കുത്തിയിരുന്ന ആത്മാവേ വരണമേ, ആത്മാവേ തരണമേ, ആത്മാവേ വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചെങ്കിൽ പത്മോസിൽ വെച്ച് ദൈവം പറഞ്ഞു യോഹന്നാനെ കയറി വരാൻ പറഞ്ഞു. ഇന്നലെ വരെ ആത്മാവിനെ വിളിച്ചിറക്കുകയായിരുന്നെങ്കിൽ ഇന്ന് ആത്മാവ് പൊക്കിയെടുത്തോണ്ട് പോയി. നല്ല സ്വോത്രം പറയണം. എന്തിനാണെന്നറിയാമോ? വെളിപ്പാടുകളുടെ തലം മാറ്റാൻ. ഇന്ന് രാവിലെ നിന്റെ മരണത്തിന്റെ നിലപറയെ വെളിപ്പാടിന്റെ കലവറയാക്കി മാറ്റണമെങ്കിൽ നിന്റെ അകത്തിരിക്കുന്ന ദർശനങ്ങൾക്ക് ഒരു മാറ്റം ഇന്ന് രാവിലെ സംഭവിക്കണം. മഹത്വപൂർണനായ ക്രിസ്തു ഈ ആലയത്തിൽ വെളിപ്പെട്ടാൽ, ഓ വിശ്വസിക്കുന്നവർ നന്നായിട്ട് അല്പനിമിഷങ്ങൾ ഈ രാത്രി ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കട്ടെ. ചുടരമന റികൽക്കനാദര വൈഡമനേ രക്തത്താലെ ജയം. ഹല്ലേലൂയ. രാവിലെ എത്ര പേര് പ്രാർത്ഥിക്കും? എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് എൻ്റെ പത്മോസിൽ, പലരും പത്മോസിലാണ് കേട്ടോ, നാട് കടത്തപ്പെട്ടവരെ പോലെ കിടക്കുക.
സ്വസ്ഥതയുണ്ടോ? ഇല്ല. സമാധാനമുണ്ടോ? ഇല്ല. സൗഖ്യമുണ്ടോ? ഇല്ല. വഴി തുറന്നോ? ഇല്ല. പരാജയം മാറിയോ? ഇല്ല. ശൂന്യതയാണോ? ആണോ? അങ്ങനെ നിൽക്കുന്ന ചില പത്മോസ് ഇന്നലെ അവരെ സ്വർഗം പറയുന്നു, നിന്നെ കയറ്റിക്കൊണ്ട് പോകാൻ പോകുകയാ. തലങ്ങൾ മാറുന്ന ഇവിടെ കയറി വരിക യോഹന്നാനെ എന്ന് വിളിച്ചതുപോലെ നീ ഇന്ന് നിൽക്കുന്ന പത്മോസിൽ നിന്ന് മറ്റൊരു മണ്ഡലത്തിലേക്ക്, ആത്മാവിന്റെ തലത്തിലേക്ക് ഏറ്റെടുക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. ആത്മാവിന്റെ തലത്തിലേക്ക് ദൈവം നിന്നെ ഇന്ന് പകൽ കരം പിടിച്ചുയർത്തുകയോ. ഓ, രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ആത്മീക തലങ്ങളെ ഇന്ന് പകൽ ദൈവം മാറ്റാൻ പോകും. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, എല്ലാം പോരാട്ടമൊന്നുമല്ല, എല്ലാം കൂടോത്രമല്ല, എല്ലാം ആഭിചാരമല്ല, എല്ലാം മന്ത്രവാദമല്ല, എല്ലാം പരാജയമല്ല. ചിലതൊക്കെ ദൈവത്തിൻ്റെ സന്ദർശനമാണ്. ഒരു സ്വത്രം പറയുമോ? നിന്റെ കുഞ്ഞിൻ്റെ പരാജയത്തിൻ്റെ പുറകിൽ ഒരു ദൈവിക സന്ദർശനമുണ്ട്. നിന്റെ വഴി അടഞ്ഞതിൻ്റെ പുറകിൽ ഒരു ദൈവിക സന്ദർശനമുണ്ട്. നിന്റെ ബിസിനസ് പരാജയപ്പെട്ടതിൻ്റെ പുറകിൽ ഒരു ദൈവിക സന്ദർശനമുണ്ട്. നിന്റെ സാലറി മാസങ്ങളായി ശത്രു പിടിച്ചു വെച്ചെങ്കിൽ പുറകിലൊരു ദൈവിക സന്ദർശനമുണ്ട്. ഓ ഹല്ലേലൂയ. ആ അപകടത്തിൻ്റെ പുറകിൽ, ആ അനർത്ഥത്തിൻ്റെ പുറകിൽ, ആ ആക്സിഡന്റിൻ്റെ പുറകിൽ ഒരു ദൈവിക സന്ദർശനമുണ്ട്. ഇന്ന് രാവിലെ പോരാട്ടമാണെന്ന് പറഞ്ഞ് എല്ലാം ആട്ടി തുപ്പി വിടാതെ, ചിലതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ സന്ദർശനമെന്ന് പറഞ്ഞ് നീ ഒന്ന് റിസീവ് ചെയ്യാൻ തയ്യാറായ ആ വിഷയത്തിന് നടുവിൽ ദൈവം ഇറങ്ങാൻ പോകുകയാ. ദൈവം ഇറങ്ങാൻ പോകുകയാ. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവൂ. നിന്റെ ഭാരമേറിയ ചില വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് രാവിലെ സ്വർഗം ഇറങ്ങുകയോ. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ ബാബു പാസ് ഒരു അല്പസമയം മെസ്സേജ് പറഞ്ഞേ. ഞാനത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ആ രാത്രിയിൽ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറേ നേരം ആ വാക്യം ധ്യാനിച്ചപ്പോൾ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഇസ്രായേലിൻ്റെ പുരോഹിതന്മാരുടെ ഗണത്തിൽ പെട്ടകം ചുമക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരുടെ തോളത്തൊക്കെ ഭയങ്കര തഴമ്പായിരുന്നു. കാരണം ഈ പെട്ടകം ചുമക്കൊണ്ട് പോകണ്ടേ. സ്തോത്രം. ഈ കൂടാരത്തിൻ്റെ കുറ്റികളും തിരശ്ശീലകളും എല്ലാം ചുമക്കുന്ന വേറൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആലയത്തിൽ ആരാധന ലീഡ് ചെയ്യുന്ന ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പാട്ട് ഗായക സംഘം. നമ്മുടെ കൂട്ട് 4, 3, 7 പിള്ളേരൊന്നുമല്ല. നല്ല പാട്ടറിയാവുന്ന 120 സംഘ സദസ്യന്മാർ, കോരക, ദാദാൻ, അബീരാം, ഓൻ തുടങ്ങിയ ശക്തന്മാരുടെ നിര. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 70 പേരെ അഡ്വൈസറി ബോർഡായിട്ട് എടുത്തായിരുന്നു. നമ്മുടെ കൂട്ട് 7 പേരടങ്ങുന്ന കമ്മിറ്റി ഒന്നുമല്ല, 70 പേരുടെ കമ്മിറ്റി. ഹലോ, ആ 70 പേരുടെ മേലും മോശയുടെ മേലും ആത്മാവിനെ പകർന്നു കൊടുത്തു. ഒരല്ലേ പറഞ്ഞേ. പക്ഷെ ഇവരാരും കനാനി പോയില്ല, പാട്ടുകാരും പോയില്ല, 70 അഡ്വൈസറി ബോർഡും പോയില്ല, പെട്ടകം ചുമന്നവനും പോയില്ല, നിങ്ങൾ മിണ്ടുന്നുമില്ല. കൂടാരക്കുറ്റി ചുമന്നും പോയില്ല, കൂടാരത്തിൻ്റെ തിരശ്ശീല ചുമന്നും പോയില്ല, മോശ പോയില്ല, അഗരോൻ പോയില്ല, മിരിയാം പോയില്ല. ആകെ 2 പേരേ പോയുള്ളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് രാവിലെ കൃപയിൽ വന്നിട്ട് നിരാശയുള്ള ആരെങ്കിലും ഉണ്ടോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ വന്നതൊരു അബദ്ധമായി പോന്നുള്ള ആരെങ്കിലും ഉണ്ടോ? നീ ഇന്ന് പലി കർത്താവിനെ വിശ്വസിച്ചേ. എന്നിട്ട് ഈ ഒരു വാക്യം ചേർന്നെന്ന് പറഞ്ഞേ. ഈ 79 സങ്കീർത്തനത്തിലെ ഇപ്പം വായിച്ച കുറിവാക്യം ഒന്ന് ചേർന്ന് പറഞ്ഞ് അതിൻ്റെ 9ാമത്തെ വാക്യം എല്ലാവരും കൂടെ ഒന്ന് പറയും. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, നിന്റെ നാമമഹത്വത്തിനായി ഞങ്ങളെ സഹായിക്കണമേ. പറ, എല്ലാവരും പറ. നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് എന്നെ സഹായിക്കണം. നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞേ, നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് എന്നെ സഹായിക്കണമേ. നിന്റെ നാമം നിമിത്തം ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ. നിന്റെ നാമം നിമിത്തം, നിന്റെ നാമം നിമിത്തം ഞങ്ങളുടെ രക്ഷയാകുന്ന ദൈവമേ, നിന്റെ നാമം നിമിത്തം. എത്ര പേര് ഇന്ന് രാവിലെ ഒന്ന് പ്രാർത്ഥിക്കും? യേശുവിൻ്റെ നാമം നിമിത്തം, സകല നാമത്തിനും മേലായ നാമമായ യേശുവിൻ്റെ നാമം നിമിത്തം സ്വർലോകരുടെ
ഭൂലോകരുടെ അധോലോകരുടെ സകല മുഴങ്കാലം മടങ്ങുന്ന യേശുവിന്റെ നാമനിമിത്തം നിന്റെ രക്ഷ ഉറപ്പാക്കിയ യേശുവിന്റെ നാമനിമിത്തം നിന്റെ നിത്യത ഉറപ്പാക്കിയ യേശുവിന്റെ നാമനിമിത്തം നിന്റെ കുടുംബത്തിന്റെ കെട്ടഴിച്ച യേശുവിന്റെ നാമനിമിത്തം നിന്റെ തലമുറയ്ക്ക് വഴി തുറന്ന യേശുവിന്റെ നാമനിമിത്തം നിന്റെ പരാജയത്തെ ജയമാക്കിയ യേശുവിന്റെ നാമനിമിത്തം ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് രാവിലെ നിന്റെ നിലവിളി ദൈവസന്നിധിയിലെത്തട്ടെ, നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തട്ടെ. സ്വർഗത്തിൽ നിന്ന് അവന്റെ കനൽക്കട്ടകൾ ഇന്ന് രാവിലെ ഒരു ധൂപക്കുറ്റി പോലെ, ഒരു ധൂപപീഠം പോലെ നിങ്ങളേക്കൊന്ന് ഇറങ്ങി വരട്ടെ. ആത്മാവ് പ്രവചിച്ചു പറയുന്നു, ശൂന്യതകളെ ഇന്ന് പകൽ ദൈവം പണിയാൻ പോകുകയാ. ചില പരാജയങ്ങളെ ദൈവം ജയമാക്കാൻ പോകുകയാ. നീ ഇവിടെ വന്നതല്ല, ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഇവിടെ കൊണ്ടുവന്നതാ. എന്തിനെന്നറിയാമോ? രക്ഷിക്കുന്ന ദൈവത്തിന് നാമമുണ്ടെന്നറിയാൻ. ഓ, വിശ്വസിക്കുന്നവർ മൗനമായിരിക്കരുത്. രക്ഷിക്കുന്ന ദൈവം, രക്ഷിക്കുന്ന ദൈവം, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. ഇന്ന് പോൽ വിടുവിപ്പാൻ കഴിയാതെ വണ്ണം അവൻ അശക്തനായിട്ടില്ല. അവൻ ശക്തനാണ്. തീക്കകത്ത് നാലാമനായി ഇറങ്ങി വന്നവൻ, സിംഹക്കുടിയിൽ ഇറങ്ങി വന്നവൻ, ചെങ്കടൽ വിഭജിച്ചവൻ, യോർദാൻ വറ്റിച്ചവൻ, ഓ ഇന്നലെ അവൻ യെരിഹോവിന്റെ കോട്ട ഇടിച്ചവൻ, നിനക്ക് വേണ്ടി ആ നാമം ആലയത്തിൽ അവന്റെ നാമം ഉയരട്ടെ, അവന്റെ നാമം ഉയരട്ടെ, അവന്റെ നാമം ഉയരട്ടെ. ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിന്റെ ശക്തി ആത്മാവ് ഏറ്റെടുത്ത് പകൽക്കാലം ഹല്ലേലൂയ ആ നാമത്തെ ഇന്ന് നീ ഉയർത്തിക്കോ. അത് നിന്നെ ഉയർത്തും, നിന്റെ കുടുംബത്തെ ഉയർത്തും. ഹല്ലേലൂയ. സഹായിപ്പാൻ കഴിയാതെ നിന്റെ കർത്താവിൻ്റെ കരം കുറുതായിട്ടില്ല. ഭയപ്പെട്ട് വീടിനകത്ത് കയറി കതകടച്ച് വിറച്ചിരിക്കുന്ന ശിഷ്യമ്മയുടെ നടുവിൽ വെളിപ്പെട്ട് അവൻ കൈ കാണിച്ചു. രണ്ട് കൈയിലും ആണിയടിച്ച് തുളച്ചിരിക്കുന്ന കൈ കാണിച്ചു. കുത്തിക്കീറി വെച്ചിരിക്കുന്ന വിലാപ്പുറം കാണിച്ചു. രണ്ട് മുറിവുകൾ അവരെ കാണിക്കുമ്പോൾ ഒരു കാര്യം പറയാണ്, നിനക്ക് മറയാൻ, നിന്നെ മറയ്ക്കാൻ തുളയ്ക്കപ്പെട്ടൊരു കൈ എനിക്കുണ്ട്. നീ ആ കൈയുടെ ഉള്ളം കൈയിൽ കയറിയ പിന്നെ നിന്നെ തൊടാൻ ആരെ കൊണ്ടും കഴിയത്തില്ല. നിന്റെ തലമുറയെ തൊടാൻ ആരെ കൊണ്ടും കഴിയത്തില്ല. ഇന്ന് രാവിലെ വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കണം. നിന്റെ നാവിൽ നിന്ന് നാമത്തിൻ്റെ ശക്തി. കുഞ്ഞ് ഭാരപ്പെട്ട് കരയുമ്പോൾ നീ പറ, മോളെ ഭയപ്പെടണ്ട, യേശുവിൻ്റെ നാമം നിന്നെ വിടുവിക്കും. മോനോട് പറ, മോനെ നീ പേടിക്കണ്ട, യേശുവിൻ്റെ നാമം നിന്നെ വിടുവിക്കും. സൗഖ്യമില്ലാത്ത ജീവിതത്തെ നോക്കി പറ, യേശുവിൻ്റെ നാമം നിന്നെ സൗഖ്യമാക്കും. വഴി അടഞ്ഞവനോട് പറ, യേശുവിൻ്റെ നാമം നിനക്ക് വഴി തുറക്കും. ഇന്ന് രാവിലെ ഏറ്റെടുക്കുന്നവർ എല്ലാവരും ചേർന്ന് നന്നായിട്ടൊരു അല്പനിമിഷങ്ങൾ അഭിഷേകത്തോടെ ദൈവത്തെ ഒന്ന് ആരാധിച്ച്, അസാധാരണമായൊരു ദൈവകൃപ ഇന്ന് രാവിലെ നിന്റെ മേൽ പകരപ്പെടുവാൻ. ഓ യേശുവിൻ്റെ നാമത്തിൽ ജയം, 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 ജയം. കരിവേലകത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നവൻ മുന്തിരിച്ചക്കന് മറഞ്ഞിരിക്കുന്നവനെ കണ്ടിട്ട് ഒരു വാക്ക് പറഞ്ഞു, ഈ ബലത്തോടെ പോകാം, നീ ഒറ്റയ്ക്ക് മിഥ്യാന്യരെ ജയിക്കും. ഇന്ന് രാവിലെ എത്ര പേര് അതൂതറ്റെടുക്കും? ഞാൻ ഒറ്റയ്ക്ക് എന്നെ നോക്കിയ ദൈവത്തിൻ്റെ നോട്ടത്താൽ ലഭിച്ച കൃപയുടെ ശക്തിയിൽ എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന, എൻ്റെ അനുഗ്രഹത്തെ കവർന്നുകൊണ്ടു പോകുന്ന മിഥ്യാന്യ ശക്തിയെ ജയിക്കും. ഒരു യവത്തപ്പം ഉരുണ്ട് മിഥ്യാന്യ പാളയത്തെ ഇടിച്ചതുപോലെ ഇന്ന് രാവിലെ ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്നിലെ ദൈവകൃപ എതിരായി പാളയമടിച്ചിരിക്കുന്ന മേഖലകളുടെ മേൽ ഉരുണ്ട് ചെല്ലുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവർ ചേർന്ന കരമൊന്ന് ആത്മാവിൽ അടിച്ച് അതരം തുറന്ന് ഒരു നിമിഷം ദൈവത്തെ ഒന്ന് ആരാധിച്ച് ഹല്ലേലൂയ.
ചിലതിൻ്റെ എല്ലാം മീതെ ഇന്ന് രാവിലെ ആത്മാവൊന്ന് പരിവർത്തിക്കട്ടെ. ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ, ഒരു നിമിഷം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ. ചില വലിയ നിലവിളികൾ നിന്റെ ഭവനത്തിൽ നിന്ന് മാറുകയാണ്. ചില വലിയ അനർത്ഥങ്ങൾ, ചില വലിയ അപകടങ്ങൾ, ചില പെടുമരണങ്ങൾ നിന്റെ കൂടാരത്തിൽ നിന്ന് മാറുകയാ. ആത്മാവിന്ന് പകൽ നിന്റെ മേലും നിന്റെ കുടുംബത്തിൻ്റെ മേലും പരിവർത്തിക്കുകയാണ്. ആ വിഷയം നീ ഇനി ചുമന്നുകൊണ്ട് നടക്കണ്ട. ആ വിഷയം സ്വർഗം ഏറ്റെടുത്ത് കഴിഞ്ഞു. വിശ്വസിക്കുന്നവർ മാത്രമേ ദൈവത്തെ ആരാധിക്കാവൂ. നീ ഹൃദയം കലങ്ങി വന്നിരിക്കുന്ന, നീ നിരാശപ്പെട്ടു വന്നിരിക്കുന്ന, നീ ഭാരപ്പെട്ടു വന്നിരിക്കുന്ന ചില വിഷയങ്ങളെ ഇന്ന് പകൽ നീ പറയും മുമ്പേ സ്വർഗം ഏറ്റെടുത്തു കഴിഞ്ഞു. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുടാരബല രമന രഗദബല ദുരവൈഡ ചുടബലബല ബല ബൗഷാരമനെ ദിഗലഗരഗദ രൗഡബലബല. വിഴുങ്ങിക്കളയുന്ന, ശൂന്യമാക്കുന്ന, ഒഴുക്കിക്കളയുന്ന, എന്നിട്ട് മറുഭാഗത്ത് അവൻ സ്വസ്ഥതയോടെ ബലപ്പെടുന്നു. ഇപ്പുറത്ത് നീ ഒഴുകിപ്പോകുന്നു, വിഴുങ്ങിക്കളയുന്നു, ശൂന്യമാക്കപ്പെടുന്നു. അരിഞ്ഞ പുല്ലുണങ്ങുന്ന പോലെ ഉണങ്ങുന്നു. ഇന്ന് പകൽ പറ, ഇനി അനുവദിക്കത്തില്ല. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമത്താൽ അതിനെ ജയിക്കാൻ പോകുകയാണ്. 40 രാവും 40 പകലും വെല്ലുവിളിച്ച പൈശാചിക ശക്തിയോട് ദാവീദ് പറഞ്ഞു, നീ നിന്ദിക്കുന്ന യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരികയാണ്. എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ നാമത്താൽ ചില മതിലുകളെ ചാടിക്കടക്കുവാൻ നിന്റെ കയ്യിലെ ചെറിയ ആയുധം കൊണ്ട് ഫെലിസ്ത്യ മലനെ മറിക്കുന്നത് പോലെ ഇന്ന് രാവിലെ അല്ലെങ്കിൽ നിനക്ക് വിരോധമായി നീട്ടിയ ആയുധം കൊണ്ട് ഫെലിസ്ത്യ മല്ലന്റെ കഴുത്ത് വെട്ടിയതുപോലെ അവൻ നിന്ദിക്കുകയാണ്. അവൻ ചോദിക്കുന്നത്, ദാവീദേ, ശൗലേ, ഇസ്രായേൽ പരിശയെ, നിന്റെ ദൈവം എവിടെ? നിന്റെ ദൈവം എവിടെ? ദാവീദ് പറഞ്ഞു, നീ നിന്ദിക്കുന്ന, അഗ്രചർമ്മിയായ നീ നിന്ദിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരികയാണ്. ഇന്ന് രാവിലെ എത്ര പേര് തയ്യാറുണ്ട് പടക്കളത്തിൽ നിൽക്കുന്ന ദാവീദിനെ പോലെ ചിലതിനെ നേരെ കയറി ചെല്ലാൻ? അങ്ങനെ തന്നെ ദൈവാത്മ പറയുന്നു. നീ ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ ചിലതിൻ്റെ നേരെ ദൈവാത്മാവി കയറി ചെയ്യണം. ഹല്ലേലൂയ. എടാ പിശാചെ, ഇനി അനുവദിക്കത്തില്ല. ഇനി എന്നെയോ എൻ്റെ കുടുംബത്തെയോ വെല്ലുവിളിക്കാൻ അനുവദിക്കത്തില്ല. നേരെ കയറി ചെല്ലാൻ ആരോടൊക്കെയോ ശക്തമായി ദൈവം ഇടപെടുക. നേരെ കയറി ചെല്ലാൻ. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ച് ഹൃദയങ്ങളൊന്ന് പകർന്നേ. ഞങ്ങളുടെ രക്ഷയാകുന്ന ദൈവമേ, നിന്റെ നാമത്താൽ ഞങ്ങൾ ഈ പോരുകളെ ജയിക്കുകയാണ്. അതരത്തിലെ നാമം ഉയരട്ടെ. വെള്ളിയും പൊന്നും എനിക്കില്ല, പക്ഷെ എൻ്റെ കയ്യിലൊരു നാമമുണ്ട്. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞപ്പോൾ നരിയാണി ഉറച്ചവൻ എഴുന്നേറ്റ് തുള്ളിച്ചാടിയെങ്കിൽ ഇന്ന് രാവിലെ നിന്റെ കയ്യിലിരിക്കുന്ന നാമത്തെ, യേശുവിൻ്റെ നാമത്തെ എല്ലാവരും പ്രാർത്ഥിച്ച് ഉച്ചരിച്ചാൻ കൊള്ളാവുന്ന, പുകഴ്ത്താൻ കൊള്ളാവുന്ന, ആരാധിക്കാൻ കൊള്ളാവുന്ന
ശത്രുവിനെ വിറപ്പിക്കാൻ കൊള്ളാവുന്ന ഒരു നാമം, അത് യേശുവിൻ്റെ നാമമാണ്. ഓ, ഒന്ന് പ്രാർത്ഥിച്ചേ. തലമുറയായി കിടക്കുന്ന ചില പോരുകൾ, തലമുറയായി അനുഭവിക്കുന്ന ചില വ്യതകൾ, ചില നിന്ദകൾ ഇന്ന് പകൽ സ്വർഗം ഉരുട്ടിക്കളയാൻ പോകുകയാ. ഓ ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. നീ ചെല്ലുമ്പോൾ ആ പോരവിടെ കാണത്തില്ല, ആ വെല്ലുവിളി അവിടെ കാണത്തില്ല. അവൻ്റെ സ്ഥലം നീ പിന്നെയും അന്വേഷിക്കും, പക്ഷേ കാണത്തില്ല. ഓ, പുരമുകളിൽ തഴച്ചു വളർന്ന പുല്ല് പോലെ ഒറ്റ വെയിൽ അതൊക്കെ വാടിപ്പോകും. നിന്നെ ദൈവം മരുഭൂമിയിലെ പന പോലെ തഴച്ച് വളരുമാറാക്കും. എന്ന പോലെ ഒന്ന് ഏറ്റെടുത്തേ, എന്നെ എൻ്റെ ദൈവം ഈ മരുഭൂമിയുടെ അനുഭവത്തിൽ തഴച്ചു വളരുമാറാക്കുമെന്ന് ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച്. ആരും മൗനമായിരിക്കാതെ നിന്റെ കുടുംബത്തിൻ്റെ സ്ഥിതി ദൈവം മാറ്റാൻ പോകുകയാ. നിന്റെ തലമുറയുടെ സ്ഥിതി ദൈവം മാറ്റാൻ പോകുകയാ. സീസണുകൾ മാറി രോഗമിട്ടും കഷ്ടമിട്ടും നന്മയെ ചോർത്തിക്കൊണ്ടു പോകുന്ന കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു പോകുന്ന ചില പോരുകളെ ഇന്ന് പകൽ എത്രയെല്ലാം മേടിച്ചിട്ടും ഒന്നും മിച്ചമില്ലാത്തതുപോലെ, ഓട്ടസഞ്ചിയിൽ പണം സൂക്ഷിക്കുന്നത് പോലെ എല്ലാം ഒഴിഞ്ഞു പോകുന്ന മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് പോലെ ആത്മാവ് ഒരു ജയം തരുകയാ. ഏറ്റെടുക്കുന്നവർ മൗനമായി നിൽക്കാതെ ഒരു നിമിഷം ആത്മാവിലൊന്ന് ആരാധിച്ചേ. ഹല്ലേലൂയ. ഓ അർത്തുരാ ജഗല റമനകൽക്കന വൈഡമാന ഭൗഷത്തിമാനകൽക്കന. ഓ പരിശുദ്ധ കർത്താവേ, ഈ അങ്ങയുടെ ജനത്തെ, അടിയനെ ഉൾപ്പെടെ, നിന്റെ ദാസന്മാരെ ഉൾപ്പെടെ, ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ, ഞങ്ങളുടെ മുഴുവൻ സഹോദരന്മാരെ, മാതാപിതാക്കളെ, ലൈവിൽ കാണുന്നവരെ, ഓ ഇന്ന് പകൽ അങ്ങയുടെ കരങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു. ആ നാമത്തിൻ്റെ ശക്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി ഇന്ന് പകൽക്കാലം ഇറങ്ങി വെളിപ്പെടണമേ. ജാതികൾ നിന്റെ അവകാശത്തിലേക്ക് പ്രവേശിച്ച് പലതിനെയും തകർക്കുവാൻ ഉന്നം വെച്ച് നിൽക്കുമ്പോൾ ഇന്ന് രാവിലെ ആ നാമത്തിൻ്റെ ശക്തി ശത്രു കണ്ട് ഭയപ്പെടേണ്ടതിന് ഞങ്ങളുടെ മധ്യേ ഉന്നതമായി വെളിപ്പെടുവാൻ അങ്ങയ്ക്ക് പ്രസാദം തോന്നിയതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നേ കർത്താവേ. അങ്ങയുടെ ജനത്തെ യേശുവിൻ്റെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുന്നു. അത്ഭുതങ്ങളുടെ ദൈവം അത്ഭുതം ചെയ്യും, മഹത്വം അങ്ങെടുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുമല്ലോ. അഴിയെന്നോർത്തില്ല, അഴമാരാഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. അഴിയെന്നോർത്തില്ല, അഴമാരാഞ്ഞില്ല, തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയരെ സമുദ്രത്തിൻ നടുവിൽ നിൻ വിളി കേട്ടു പിൻവരുവാ. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ നിൻ വിളി കേട്ടു പിൻവരുവാ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സുസ്ഥിർഗമേ തവ നാമം, സുസ്ഥിർഗമേ തവ നാമം. അലറുന്നിയാഴി അലയധിഘോരം തോന്നുന്നു ഭീതിയിൽ ഹൃദിഭാരം. അലറുന്നിയാഴി അലയധിഘോരം തോന്നുന്നു ഭീതിയിൽ ഹൃദിഭാരം. പാദങ്ങളാഴത്തിൽ താഴുന്നു പ്രിയനെ, എന്തു കരമദീന. പാദങ്ങളാഴത്തിൽ താഴുന്നു പ്രിയനെ, എന്തു കരമദീന. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ. സുസ്ഥിർഗമേ തവ നാമം,
സ്തുത്യർഹമേ തവ നാമം. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ. എന്നിലും ഭക്തർ, എന്നിലും ശക്തർ വീണു തകർന്നീ പോർക്കളത്തിൽ. ഓ കാണുന്നു ഞാനസ്ഥി കൂടങ്ങൾ ഭീകരം വീരപുമാൻകളിൽ വീണവരെ. കാണുന്നു ഞാനസ്ഥി കൂടങ്ങൾ ഭീകരം വീരപുമാൻകളിൽ വീണവരെ. യാഹേ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ. സ്തുത്യർഹമേ തവ നാമം. സ്തുത്യർഹമേ തവ നാമം. ഈ
കരവും ശബ്ദം ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കും.